മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് സമയം 10:21 ഇന്നത്തെ ഓവറോള് നമ്മുടെ വ്യൂ ബിയറിഷ് ആയിരുന്നു മോർണിംഗില്. പക്ഷെ ആദ്യത്തെ എൻട്രി നമ്മുടെ മിസ്സായി. അതിന് ശേഷമാണ് നമ്മളിപ്പോ ഈ രണ്ടാമത്തെ എൻട്രിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കണത്. ഓൾറെഡി നമ്മള് ലിമിറ്റ് ഓർഡറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പ്രൈസ് 24,000ന്റെ കോൾ ഓപ്ഷൻ ആണ് നമ്മള്. അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് അപ്സൈഡ് റിവേഴ്സലായി പോകും എന്നാണ് വ്യൂ വരുന്നത്. അതിനി SL അടിക്കുമോ എന്നുള്ളത് കൂടി നോക്കണം. കാരണം നമ്മൾ എൻട്രി പലപ്പോഴും എടുത്തിട്ട് ലിമിറ്റ് ഓർഡർ തന്നെയാണ് ഇത് ഇട്ട് വെച്ചിട്ടുള്ളത്. നമ്മൾ മാർക്കറ്റ് ഓർഡറിലല്ല എൻട്രി ചെയ്യാൻ നോക്കണത്. അപ്പോൾ ഓർഡർ ഇതുവരെ എക്സിക്യൂട്ട് ആയിട്ടില്ല. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. മോർണിംഗിൽ നമ്മുടെ ഫസ്റ്റ് എൻട്രി എവിടെ നടന്നു വെച്ചാൽ കറക്റ്റ് പറയാ മാർക്കറ്റ് ആദ്യം ഒരു ഗ്യാപ്പ് അപ്പ്, ചെറിയൊരു ഗ്യാപ്പ് അപ്പ് തന്നിട്ട്, സോറി ഗ്യാപ്പ് ഡൗൺ തന്നിട്ട് പിന്നെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു. പിന്നെ അതേപോലെ ഇന്നത്തെ ഡേ ഹൈ ക്രോസ് ചെയ്യാതെ തന്നെ 9:51 ക്യാൻഡിൽ വരെ, 9:51 ക്യാൻഡിൽ കഴിഞ്ഞിട്ട് 9:53 ക്യാൻഡിലാണ് നമുക്ക് അടുത്ത താഴത്തേക്കുള്ള എൻട്രി വന്നത്, 9:54 ക്യാൻഡിൽ. പക്ഷെ ആ ഒരു ക്യാൻഡിൽ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി ഇപ്പോൾ എക്സിക്യൂട്ട് ആയിട്ടുള്ളത്. പക്ഷെ എൻട്രി എടുത്തോടുകൂടി നല്ലൊരു ഡൗൺ സൈഡിലേക്കുള്ള റെഡ് ക്യാൻഡിലാണ് വരുന്നത്. ഇങ്ങനത്തെ സമയം വരുമ്പോഴാണ് എനിക്ക് പലപ്പോഴും ഇമോഷൻസ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതാവാറ്. കാരണം മാർക്കറ്റിൽ ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ മാർക്കറ്റിൽ എൻട്രി എടുത്തതിന് ശേഷം നമുക്ക് കുറെ നേരം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് SL അടിക്കാച്ചെങ്കിൽ എനിക്ക് ഓക്കെയാണ്. പക്ഷെ എൻട്രി എടുത്തോട് കൂടിയിട്ട് SL ആവുമെന്ന് പറഞ്ഞ പലപ്പോഴും ഭയങ്കര ഒരു ബാഡായിട്ട് തോന്നാറ്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ 1:2 എപ്പോഴും ചെയ്യാറുള്ള പോലെ 1:3 എബോവ് ആണ് ടാർഗറ്റ് ഇട്ടിട്ടുള്ളത് ഈ എൻട്രിയിലും. ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് പറഞ്ഞ പോലെ സെയിം ആ കൺസെപ്റ്റ് വെച്ചിട്ട് VCPR ഏരിയയിലാണ് നമ്മൾ എൻട്രി എടുത്തിട്ടുള്ളത്. പക്ഷെ എൻട്രി എടുത്തതിന് ശേഷം ഒരു എൻട്രി എക്സിക്യൂട്ട് ആയതിനു ശേഷം ഒരു ഇത് ഡൗട്ട് വന്നത്, പലപ്പോഴും ഈ VCPR അവിടെ നിന്ന് വരുന്ന ഒരു റിവേഴ്സൽ ഓക്കെ ആവാറില്ല. ഒന്നും കൂടി താഴെ വന്നിട്ട് അടുത്ത സപ്പോർട്ട് ചെയ്യുന്നത്, അതായത് ഇന്നത്തെ ഡേ ലോയിൽ നിന്നൊക്കെ റിവേഴ്സൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് എൻട്രി എടുക്കുകയായിരുന്നു കൂടുതലും ബെറ്റർ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ SL കൂട്ടി വെക്കാനൊന്നും പോകുന്നില്ല. 1:3 എന്നുള്ള രീതിയിൽ SL അടിക്കാച്ചെങ്കിൽ ഒരു 2000 റുപ്പീസിന്റെ അടുത്ത് ലോസും പ്രോഫിറ്റ് വെച്ചെങ്കിൽ ഇപ്പോൾ 6K അടുത്ത് നമുക്ക് വരും. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ചെറിയതായിട്ടൊരു ബുള്ളിഷ്നെസ് കാണിച്ചെങ്കിൽ പിന്നീട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് പ്രീമിയം ഡീക്ക് വന്നു. ഒറ്റ ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ താഴത്തേക്കുള്ള ഫോളാ വലിയൊരു ക്യാൻഡിലാണ് വന്നത്. നമ്മൾ H50 പോയിന്റ്സ് ഒന്നും അല്ലാത്ത രീതിയിലാണ് ക്യാൻഡിൽ വന്നത്. ഇനിയിപ്പോ അടുത്ത ക്യാൻഡിലിന്റെ ബോഡിയും കൂടി വിക്ക് ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റ് ആയാൽ തന്നെ ഒരു 3 പോയിന്റ്സിന്റെ അടുത്ത് നമ്മുടെ SL ഇനിയിപ്പോ നിൽക്കണുള്ളൂ. എന്തായാലും SL ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ അബവ് 90% ആണ്. ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് SL അങ്ങനെ ഹിറ്റ് ആവാതെ നമ്മൾ തിരിച്ച് നമ്മുടെ പ്രോഫിറ്റിലേക്ക് പോകാറുള്ളൂ. ഇപ്പൊ ഏകദേശം നമ്മൾ പറഞ്ഞ നമ്മുടെ സപ്പോർട്ട് ഏരിയ അതേപോലെ ഡേ ലോ വരെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഏരിയ എന്നൊക്കെയാണ് എൻട്രി വേണ്ടിയിരുന്നത്. കാരണം ഈ CPR നടന്ന റിവേഴ്സൽ കാണിച്ചിട്ട് നമ്മളെ പോലെയുള്ള റിറ്റെയിൽ ട്രേഡേഴ്സിനെ ലോക്ക് ചെയ്തതിന് ശേഷം വീണ്ടും SL അടിക്കാനുള്ള പോക്കാണെന്ന് തോന്നുന്നു. പക്ഷെ ഇത് എവിടം വരെ പോകുമെന്ന് അറിയില്ല. അതാണ് മെയിൻ റീസൺ. അങ്ങനെ പലപ്പോഴും ഞാനിങ്ങനെ SL നീട്ടി നീട്ടി വെച്ചിട്ട് വലിയ SL പോയിട്ട് പിറ്റേ ദിവസം പ്രോഫിറ്റ് വരുമ്പോൾ നമുക്ക് റിക്കവർ ചെയ്താലും കൂടിയിട്ട് നമ്മുടെ പ്രോഫിറ്റ് ഒന്നും അല്ലാത്ത രീതിയിൽ വരാറുണ്ട്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്യാം.
ഇങ്ങനെ കുറെ നേരം നിൽക്കുമ്പോഴേ ക്യാൻഡില് വരുമ്പോ ചെറിയ മൂവ്മെന്റ് കിട്ടാണ്ട് വരുന്നാല് നല്ല ഡീക്ക് വരും കേട്ടോ. അപ്പൊ എന്തായാലും എസ് എൽ ഹിറ്റ് ആവും. ഓൾമോസ്റ്റ് നമ്മുടെ എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. ഫയേഴ്സിന്റെ ചാർട്ട് പലപ്പോഴും ലാഗ് ആവാറുണ്ട്. ഓക്കെ, എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ അടുത്ത ട്രേഡിന് വേണ്ടിയിട്ട്. ഇപ്പൊ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഏരിയ, അതായത് ഒരു റിവേഴ്സൽ കാൻഡിൽസ് കുറെ കണ്ടപ്പോൾ നമ്മൾ വേറൊരു എൻട്രി കൂടി എടുത്തിട്ടുണ്ട്. ഇത് നേർപകുതി, അതായത് നമ്മൾ നേരത്തെ എടുത്ത ക്വാണ്ടിറ്റിയുടെ അതിന്റെ നേർപകുതി ഒറ്റ ലോട്ട് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അതെന്താന്ന് വെച്ചാൽ ജസ്റ്റ് ഇന്നത്തെ ലോസ് റിക്കവർ ചെയ്യുക. ഇനിയിപ്പോ ഒരു എസ്എല്ലും കൂടി ഹിറ്റ് ആവാ വെച്ച് തന്നെ വലിയൊരു ലോസിലേക്ക് പോകരുത് ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇനിയിപ്പോ കോസ്റ്റിൽ ടോട്ടലി ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ്. പിന്നെ ഇവിടുന്ന് നമ്മൾ എൻട്രി എടുത്തിട്ട് ഇവിടുന്ന് ഇനി എസ്എല്ലും കൂടി ഹിറ്റ് ആവുക വെച്ചിങ്ങനെ നമ്മുടെ മൊത്തത്തിലുള്ള വ്യൂ അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ഏരിയയ്ക്കും ഇന്നത്തെ ഭയങ്കര വീക്കാണ്. അല്ലെങ്കിൽ അതാണ് മെയിൻ റീസൺ ഞാൻ ഒറ്റ ക്വാണ്ടിറ്റിയിൽ ഒറ്റ ലോട്ടിൽ എൻട്രി എടുക്കാനുള്ള കാരണം. ഫസ്റ്റ് എൻട്രി എസ് എൽ ഇറ്റാച്ചിങ്, സെക്കൻഡ് എൻട്രി എടുക്കുക, അതൊരു ഹാഫ് ക്വാണ്ടിറ്റി ജസ്റ്റ് ഒരു കോസ്റ്റിൽ ഇറങ്ങണ രീതിയിൽ മാത്രം. പക്ഷെ എൻട്രി എടുത്തതിന് ശേഷം നല്ല ലോസിലേക്ക് തന്നെയാണ് നേരത്തെ പോലെ തന്നെ. ഇത് എസ് എൽ ആച്ചിങ് നമ്മളിനി ഇന്ന് വേറെ ട്രേഡ്സ് എക്സ്പയറി ഡേയും കൂടിയാണ് ഇന്ന്. അപ്പോൾ ചിലപ്പോൾ എക്സ്പയറി ഡേ ലാസ്റ്റ് ടൈമിലേക്ക് പിന്നെ ട്രേഡ് നോക്കുള്ളൂ, ചിലപ്പോൾ സ്കാൽപ്പിംഗ് ഒക്കെ ആയിട്ട്. നല്ലപോലെ തന്നെ ആദ്യത്തെ എൻട്രീനേക്കാളും സ്പീഡിലാണ് നമ്മുടെ ലോസിലേക്ക് വരുന്നത് സെക്കൻഡ് എൻട്രി. ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. കാരണം ഒറ്റ എടുത്ത ഒറ്റ ക്യാൻഡിൽ 15 പോയിന്റ്സ് എസ് എൽ അടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റോങ് എൻട്രീസ് ആവും പലപ്പോഴും. ചിലപ്പോൾ അത് ഇമോഷണലി ആണ്. കാരണം ആദ്യത്തെ എൻട്രി എസ് എൽ അടിച്ചപ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു 3-2 ക്യാൻഡിൽസിന്റെ ഉള്ളിൽ തന്നെ അടുത്ത എൻട്രി എടുക്കുകയും ചെയ്തു. എന്തായാലും വെയിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒരു 6-7 പോയിന്റ്സിന്റെ അടുത്ത് എസ് എൽ വരണുള്ളൂ. എബോവ് ഹാഫ് എസ് എൽ നമ്മുടെ എത്തി. ഇതും കൂടി എസ് എൽ അടിച്ച് വേറെ ട്രേഡ്സ് ഒന്നും ഇല്ല കേട്ടാ. ഓൾമോസ്റ്റ് എസ് എൽ ആയിട്ട് നമ്മുടെ എസ് എൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട്.